അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് പഴമയുടെ തനതായ രുചിക്കൂട്ടുകളടങ്ങിയ 28 ഓണ സദ്യാ വിഭവങ്ങളാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ 1 കിലോ പച്ച നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ എല്ലാം നേന്ത്രക്കായുടെ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നേന്ത്രക്കായ രണ്ടായിട്ട് മുറിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് കനം കുറഞ്ഞു പോകരുത്. ഇതുപോലെ ചെറിയ കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പൊ എല്ലാം നേന്ത്രക്കായുടെ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത കഷ്ണങ്ങൾ കറ പോകുന്നതിന് വേണ്ടി നന്നായിട്ട് ചൂടുമാറിയ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കാം. കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ കറ മാറും. കഞ്ഞിവെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ അരി കഴുകിയ വെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ ഇട്ട് വെച്ചാലും മതി. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നേന്ത്രക്കായുടെ കറിയെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇത് 2-3 വെള്ളം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയ കഷ്ണങ്ങൾ വെള്ളത്തിന്റെ അംശം മാറിക്കിട്ടാൻ ഒരു അരിപ്പയിൽ ഇട്ട് വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നേന്ത്രക്കായുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നേന്ത്രക്കായുടെ കഷ്ണങ്ങൾ എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറം കളറൊക്കെ മാറി അകം വെന്ത് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന നേന്ത്രക്കായുടെ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുത്ത കഷ്ണങ്ങളെല്ലാം ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന്റെ ചൂടെല്ലാം മാറുന്ന സമയം കൊണ്ട് ശർക്കര പാനി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 250 ml കപ്പിന് 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ശർക്കര പൊടിച്ചിട്ടാണ് 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുള്ളത്. ശർക്കര ഉരുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിം വെക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പൊ ശർക്കര പാനിയെല്ലാം ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഉരുക്കിയെടുത്ത ശർക്കര ഒരു ഉരുളിയിലേക്ക് അരിച്ചൊഴിക്കാം. മണ്ണും പൊടിയും ഉണ്ടെങ്കിൽ മാത്രം അരിച്ചൊഴിച്ചാൽ മതി. അഴുക്കും മണ്ണും പൊടിയും ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അരിച്ചൊഴിച്ച ശർക്കര പാനിയിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കാം. ഒരു നൂൽ പാവ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം. ശർക്കരയുടെ ഡാർക്ക് ബ്രൗൺ നിറം മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ നിറമായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ പഞ്ചസാര എല്ലാം അലിഞ്ഞ് ശർക്കര എല്ലാം വറ്റി ഒരു നൂൽ പാകം ആയിട്ടുണ്ട്. ശർക്കര പാനി ഒരു നൂൽ പാകം ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുക്കാം. കുറച്ച് ശർക്കര പാനി ഒഴിച്ച് ഇതുപോലെ കൈകൊണ്ട് ഉരുട്ടി നോക്കാം. ഇതുപോലെ ഉരുണ്ട് വരും. ഇതാണ് ഇതിന്റെ പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. വറുത്ത് മാറ്റി വെച്ച കായ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് 2 സ്പൂൺ വെച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് ചൂട് മാറും തോറും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കട്ടിയായി മാറും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാര വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇളക്കി ഇതിന്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഓണ സദ്യ സ്പെഷ്യൽ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് മാത്രമല്ല നേന്ത്രക്കായ വീട്ടിലുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രാവശ്യം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ 1 കിലോ പച്ച നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ നേന്ത്രക്കായുടെ തൊലിയെല്ലാം മാറ്റിയതിനു ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഒട്ടും തന്നെ നേന്ത്രക്കായയിൽ കറ ഉണ്ടാവാതെ കായ നല്ല ക്ലീൻ ആയിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്ലൈസർ ആണ്. ഈ സ്ലൈസറിന് അധികം വിലയൊന്നും ഉണ്ടാവില്ല. ഇനി ഒരു ഉള്ളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി സ്ലൈസർ ഇങ്ങനെ പിടിച്ചിട്ട് നേന്ത്രക്കായ എടുത്ത് സ്ലൈസ് ചെയ്തിടാം. ഇതുപോലെ സ്ലൈസ് ചെയ്ത് എണ്ണയിലേക്ക് നേരിട്ട് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പാത്രത്തിൽ നേന്ത്രക്കായ സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. എണ്ണ നല്ല ചൂടാണ്. അതുകൊണ്ട് നേന്ത്രക്കായ സ്ലൈസ് ചെയ്ത് എണ്ണയിലേക്ക് ഇടും തോറും അതിന്റെ ആവി കൊണ്ട് കൈ പൊള്ളും. അതുകൊണ്ട് കുറച്ച് പൊക്കി വെച്ചിട്ട് വേണം നേന്ത്രക്കായ സ്ലൈസ് ചെയ്ത് എണ്ണയിലേക്ക് ഇടാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോ ഒരു നേന്ത്രക്കായ ഫുൾ ആയിട്ട് സ്ലൈസ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാം. ഇനി ഇത് ലൈറ്റ് ഗോൾഡൻ നിറം ആകുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് ഒരു ബൗളിൽ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉപ്പ് അരിച്ചെടുക്കാം. ഉപ്പെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ചിപ്സ് നിറമൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു ശബ്ദവും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് മാറി നിൽക്കാം. ഒരു 10 സെക്കൻഡ് ഒക്കെ കാണുള്ളൂ. ഇപ്പൊ പതയും ശബ്ദമൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നിറം തന്നെ മാറിപ്പോകും. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കും തോറും എണ്ണയുടെ കളർ മാറി നമ്മൾ തയ്യാറാക്കുന്ന ചിപ്സും ഇല്ലാതാവും. ഇപ്പൊ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ ആവാൻ നിൽക്കരുത്. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിനു ശേഷം കുറച്ചും കൂടെ കളർന്ന് മാറും. ഇപ്പൊ കണ്ടില്ല, ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല. ഇങ്ങനെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുന്ന ചിപ്സിന് നല്ല ഗോൾഡൻ കളറും അടിപൊളി ടേസ്റ്റുമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഇതിനായിട്ട് 2 മീഡിയം സൈസ് വടുകപ്പുളി നാരങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പൊ നാരങ്ങയുടെ തൊലി കണ്ടില്ലേ, വെള്ളം നിറം പോകാത്ത രീതിയിൽ ആ മഞ്ഞ നിറത്തിലുള്ള തൊലി മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇപ്പൊ നാരങ്ങ ഇതിന്റെ ഉള്ളിലുള്ള നാരങ്ങയുടെ കുരുവെല്ലാം മാറ്റി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇരുമ്പ് ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ആകുമ്പോൾ ഇത് പെട്ടെന്ന് കേടാവില്ല. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തൊണ്ടൻ മുളക് പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ 4 മീഡിയം സൈസ് പച്ചമുളക് പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുളക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിടരുത്. ഇപ്പൊ മുളകെല്ലാം മൂത്ത് വന്നിട്ട് ഒരുപാട് അങ്ങ് ബ്രൗൺ ആവാൻ നിൽക്കരുത്. ചെറിയൊരു ഗോൾഡൻ നിറം ആകുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടി പോകരുത്. ഈ പറഞ്ഞ അളവിൽ മാത്രമേ എടുക്കാവൂ. കൂടി പോയാൽ ഇതിനൊരു കൈപ്പരസം ഉണ്ടാവും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. നാരങ്ങ ചെറുതായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു ബൗളിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം. പുളി എടുക്കുമ്പോൾ പഴകിയ പുളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളറും നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടും. ഇനി പുളി കുതിർക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കൈവച്ച് നല്ലവണ്ണം ഞെരടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പഴകിയ പുളി ആയതുകൊണ്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഞെരടി എടുക്കുമ്പോൾ തന്നെ നല്ല കുറുകിയ പുളിവെള്ളം കിട്ടും. സാധാരണ പുളിയാണെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഒക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് മാത്രമേ പുളി ഇതുപോലെ ഞെരടി പിഴിഞ്ഞെടുക്കാവൂ. ഇനി പുളിവെള്ളം ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. ഇതുപോലെ കൈവച്ച് മുറുക്കി പിഴിഞ്ഞ് പുളിവെള്ളം മുഴുവനും പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നല്ല കുറുകിയ പുളിവെള്ളം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അധികം എരിവൊന്നും ഇല്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല കുറുകിയ പുളിവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ശർക്കരയിൽ കല്ലും മണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഇട്ട് നല്ലതുപോലെ അരിയിച്ചെടുത്തിട്ട് അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം. എന്നിട്ട് മാത്രമേ ഇതിലേക്ക് ഒഴിക്കാവൂ. ഞാനിപ്പോൾ കല്ലും മണ്ണും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ട് നേരിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പുളിവെള്ളത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നല്ലവണ്ണം കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ചൂട് മാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. ഇപ്പൊ നാരങ്ങ വേവിക്കാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നാരങ്ങ എല്ലാം വാടി വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് നാരങ്ങ വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിന്, അതായത് നാരങ്ങ വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. നാരങ്ങയുടെ ചൂട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി കുറുക്കിയെടുത്ത പുളിവെള്ളം വേവിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ നാരങ്ങക്കറിയിൽ ഞാൻ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണ ആകുമ്പോൾ പെട്ടെന്ന് ആ നാരങ്ങക്കറി കേടാവില്ല. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 3 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി ഉടൻ തന്നെ ആ ചൂടോടുകൂടി തന്നെ നാരങ്ങക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ പുളിവെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ല. കാണാൻ ഭംഗിയുള്ളത് പോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ്. ഒട്ടും കയ്പൊന്നും ഇല്ലാത്ത ഒരു നാരങ്ങക്കറിയാണിത്. ഇതിന്റെ ചൂടൊക്കെ മാറി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഒരാഴ്ച വരെ ഒക്കെ നമുക്ക് പുറത്ത് കേടുകൂടാതെ ഇരിക്കും. ഒരാഴ്ചയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. 2-3 മാസം വരെയൊക്കെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം വരില്ല. ഈ നാരങ്ങക്കറി ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തീർന്നു കിട്ടും. പുളിയും എരിവും മധുരവും പാകത്തിന് ഉപ്പും എല്ലാം കൂടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഓണ സദ്യ സ്പെഷ്യൽ നാരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു രീതിയിൽ നാരങ്ങക്കറി തയ്യാറാക്കി നോക്കാം. ഈ രീതിയിൽ തയ്യാറാക്കുന്ന നാരങ്ങക്കറിക്ക് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. ഇരിക്കും തോറും ഇതിന്റെ ടേസ്റ്റ് കൂടി വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഇതിനായിട്ട് 1/2 കിലോ നല്ല വിളഞ്ഞ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി മാങ്ങ നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം മാങ്ങയുടെ ഈർപ്പെല്ലാം ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിക്ക് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി അരിഞ്ഞെടുത്ത മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കൈവച്ച് നല്ലതുപോലെ ഞെരടിയെടുക്കാം. മാങ്ങ ഞെരടിയെടുക്കുമ്പോൾ മാങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതുവരെയും ഒന്ന് ഞെരടിയെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വേണം ചെയ്യാനായിട്ട്. ഇനി മാങ്ങ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ കുറച്ചും കൂടെ മാങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഈ സമയം കൊണ്ട് ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ എണ്ണ നല്ല ചൂടാണ്. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് 2 മുറിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലെണ്ണ ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നത് കുഴപ്പമൊന്നുമില്ല. ഒരു 10 സെക്കൻഡ് പൊടിയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ച മണമൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പൊ പൊടിയെല്ലാം ഇളക്കി കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. പൊടിയുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മാങ്ങയും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അരമണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. ഇനി കൈവച്ച് ഒന്നും കൂടി ഞെരടി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, മാങ്ങയിൽ നിന്നും കുറച്ചും കൂടി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. മാങ്ങയിൽ നിന്നും ഈ ഇറങ്ങി വരുന്ന വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ഇനി താളിച്ചതെല്ലാം കൂടിയിട്ട് ആ ചൂടോട് കൂടി തന്നെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന മാങ്ങ അച്ചാറിൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ വിനാഗിരിയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ വിനാഗിരി ചേർക്കാത്തതുകൊണ്ട് 2 ദിവസം പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ മാങ്ങ അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിക്ക് വേണം ഇഞ്ചി അരിഞ്ഞെടുക്കാനായിട്ട്. ഈ ഒരു ഉരുളിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 3 വറ്റൽമുളക് 2 മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഞാൻ 2 തരത്തിലുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 50 ഗ്രാം പച്ചമുളകും 25 ഗ്രാം തൊണ്ടൻമുളകുമാണ് എടുത്തിട്ടുള്ളത്.
ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിടരുത്, എന്നാൽ പിന്നെ ഇതിന്റെ നിറമൊക്കെ മാറി കരിഞ്ഞു പോകും. നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള പുളിവെള്ളം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 150 ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ പഴകിയ പുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പഴകിയ പുളിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല കളറും കിട്ടും. അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ പുളി എടുത്താലും മതി. ഇനി പുളി കുതിർന്ന് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ പുളി പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളത്തിന് പകരം പച്ചവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചാലും മതി. പച്ചവെള്ളത്തിൽ കുതിർക്കാൻ വെക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും പുളി നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി ചൂട് മാറുന്നത് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ചൂടുവെള്ളത്തിന് പകരം പച്ചവെള്ളമാണ് നിങ്ങൾ ഒഴിക്കുന്നതെങ്കിൽ നല്ലവണ്ണം കൈവച്ച് തിരുമി യോജിപ്പിച്ച് വെക്കാം. ഈ വെള്ളത്തിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. ഈ ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുളി കുതിർന്ന് കിട്ടും. ഇപ്പോൾ വെള്ളത്തിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി കൈവച്ച് നല്ലവണ്ണം തിരുമി യോജിപ്പിച്ചെടുക്കാം. പുളിയുടെ കൊത്തും പുളിയുടെ കുരുവൊക്കെ കാണും. എല്ലാം ഒന്ന് നമുക്ക് അരിച്ച് ഒഴിച്ച് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പിൽ കൂടി അരിച്ച് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ പുളിയിഞ്ചി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ പുളിവെള്ളം തയ്യാറാക്കി വെക്കുക. എന്നാൽ മാത്രമേ നല്ല കൊഴുത്ത പുളിവെള്ളം നമുക്ക് കിട്ടുകയുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇഞ്ചി എല്ലാം മൂത്തത വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചുമന്ന് ബ്രൗൺ നിറായി പോകരുത്. ഈ ഒരു രീതിക്ക് വേണം മൂത്ത് വരാനായിട്ട്. ഇനി ഇതിലേക്ക് അരിച്ചൊഴിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കൂടി പോകരുത്. 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഉണ്ട ശർക്കര ഇടുകലുണ്ട് ഇടിച്ച് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശർക്കര എടുക്കുമ്പോൾ നല്ല ശർക്കര വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കല്ലും മണ്ണൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുത്ത ശർക്കര കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് അലിയിച്ച് അതൊന്ന് അരിച്ചൊഴിച്ച് എടുത്താൽ മതി. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് കുറുകി വരട്ടെ. കുറച്ച് സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകിട്ട് നമ്മൾ ഇതിൽ പുളിവെള്ളത്തിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ കണ്ടേ നല്ലോണം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് എടുത്ത് ഇടരുത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. 1/4 ടീസ്പൂണിൽ കൂടുതൽ ഇടരുത്. എന്നാൽ പിന്നെ ഇതിൽ ഒരു കൈപ്രസം ഉണ്ടാകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ കടുക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമേ നമ്മൾ കടുക് താളിച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കടുക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഇതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇനി ഇത് ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ കളറൊക്കെ നല്ല കറുത്ത കളറായിട്ട് വരികയും ചെയ്യും. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് കൊണ്ട് നല്ല കറുത്ത കളറും കിട്ടും. ഇനി ഇതിന്റെ ചൂടെല്ലാം മാറിയതിനു ശേഷം ഒരു ദിവസം കഴിഞ്ഞ് ഈർപ്പൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പുറത്ത് 2-3 ദിവസം വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എത്ര ഈസി ആയിട്ടാണ് നമ്മൾ പുളിയിഞ്ചി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഓണം സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കറുത്ത കളറിൽ കണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി നോക്കും. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ആദ്യം തന്നെ ഫ്ലെയിം ഓണാക്കി ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ആക്കി വെക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉഴുന്നെല്ലാം ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ച് ഇടുകയോ അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞു ചേർക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് സവാളയാണെങ്കിൽ 2 സവാള എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. സവാള എല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കാബേജ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ കാബേജ് ആണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അളവ് കപ്പിനാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 3 കപ്പ് കാബേജ് ആണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും. ഫ്ലെയിം കൂട്ടിയിടാതെ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ കാബേജ് വേവിച്ചെടുക്കാൻ. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കാബേജ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാബേജ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഈ ജാറിലേക്ക് 1.5 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1.5 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി 5-6 ഇതൾ കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ചതച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിയായിട്ട് അരഞ്ഞു പോകരുത്. ഈ ഒരു രീതിക്ക് തരിതരിപ്പായിട്ട് വേണം ചതച്ചെടുക്കാൻ. ഇപ്പോൾ കാബേജ് വേവിക്കാൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ കാബേജ് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി വേവിച്ചെടുത്ത കാബേജിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കാണാൻ ഒരു ഭംഗിക്കും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പച്ചപ്പട്ടാണിയും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. നമുക്ക് ഇത് കുഴഞ്ഞ പരുവത്തിനല്ല ഇരിക്കേണ്ടത്. നല്ലവണ്ണം ഡ്രൈ ആയി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കുക. കുഴഞ്ഞ പരുവത്തിനാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 4-5 ഇതൾ കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് ഞെരടിയിടുകയോ ഇതുപോലെ മുറിച്ചിടുകയോ ചെയ്യുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ തോരൻ റെഡിയാക്കി എടുക്കാൻ. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന തോരന് അടിപൊളി ടേസ്റ്റ് ആണ്. ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ 1-2 ദിവസം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈർപ്പം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും തന്നെ ഈർപ്പത്തിന്റെ അംശമില്ല. അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുഴഞ്ഞൊന്നും ഇരിപ്പില്ല. അപ്പൊ സാധാരണ നമ്മൾ കാബേജ് തോരൻ തയ്യാറാക്കി എടുക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മുടെ ഓണ സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ആദ്യം തന്നെ ഇതിനായിട്ട് 1/2 കപ്പ് വൻപയർ ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി വൻപയർ കുതിർത്ത് എടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിൽ വൻപയർ ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ വൻപയർ കുതിർക്കാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ വൻപയർ എല്ലാം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പയർ കുതിർക്കാൻ വെച്ച വെള്ളം മുഴുവൻ മാറ്റിയിട്ട് ഒന്നുകൂടി കഴുകിയതിന് ശേഷം ഒരു പാനിലേക്ക് ഈ വൻപയർ ഇട്ട് കൊടുക്കാം. ഇനി പയർ വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. എളുപ്പത്തിൽ പയർ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി കുക്കറിലും പയർ വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി പയറൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ പയർ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ പയറെല്ലാം 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. പയർ വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു സമയം ഇതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങ എന്ന് പറയുമ്പോൾ പീടിക്കയാണ്. ഞാനിപ്പോൾ ഇതിനായിട്ട് 1/2 കിലോ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ പയർ വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി മത്തങ്ങ എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ സമയം കൊണ്ട് മിക്സിയുടെ ജാറിൽ 250 ml കപ്പിന് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും 1 തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത്. ഇനി ഇത് തരിതരിപ്പായിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ മുഴുവനും ചതച്ച് എടുത്തിട്ടുണ്ട്. പൾസ് ചെയ്ത് വേണം ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ചതഞ്ഞു പോകരുത്. ഈ ഒരു രീതിക്ക് വേണം തേങ്ങ ചതച്ചെടുക്കാനായിട്ട്. മത്തങ്ങ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പയറും നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. മത്തങ്ങ കഷ്ണങ്ങളും വെന്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിലാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയെല്ലാം ഒന്ന് വെന്ത് തേങ്ങയുടെ ആ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് കിട്ടണം. ഈ സമയം കൊണ്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. തേങ്ങയെല്ലാം ഒരുപോലെ കിട്ടുകയും ഇത് പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗണർ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ തേങ്ങയുടെ പച്ചച്ചുവെല്ലാം മാറി തേങ്ങയെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്ത് മാറ്റി വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ആദ്യം തന്നെ ഇതിനായിട്ട് 1/2 കപ്പ് കടല ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. ഇനി കടല നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കടല കുതിർന്ന് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കടല മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരു 5 മണിക്കൂറെങ്കിലും കടല കുതിർക്കാൻ വെക്കുക. പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചാൽ മതി. ഇപ്പോൾ കടല കുതിർക്കാൻ വെച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളം മുഴുവൻ മാറ്റി ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടല വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഇനി കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ആവി മുഴുവൻ പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ കടല കടലയെല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടല വേവിക്കുമ്പോൾ വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ ഒരു പാകത്തിന് വേണം കടല വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പാത്രത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് ചേന ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് പടവലങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നേന്ത്രക്കായാണ്. ഇനി വേണ്ടത് 1 കപ്പ് പീണിക്കയാണ്. ഇനി പച്ചക്കറി എല്ലാം വെന്ത് വരുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത ചേനയുടെ വേവിനനുസരിച്ചായിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്. 1/4 ടീസ്പൂൺ പോലും എടുക്കരുത്. ഒരു 2 നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പച്ചക്കറി കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇനി ഈ ഉഴുന്ന് ഒരു ഗോൾഡൻ നിറം ആകുന്നവരെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കടല ഉഴുന്നിന്റെ നിറമൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 കപ്പ് തേങ്ങയാണ്. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇങ്ങനെ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങ വറുത്തെടുക്കാൻ പറ്റും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗണർ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിൽ നിന്നും 1/4 ഭാഗം വറുത്ത തേങ്ങ എടുത്ത് മാറ്റാം. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്ത് മാറ്റിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചെടുക്കുന്ന ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ വേവിക്കാൻ വെച്ച കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. പച്ചക്കറി കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ പറ്റി പച്ചക്കറി കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് വെള്ളം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ച് വെള്ളം പറ്റിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ചേന എടുത്ത് മുറിച്ച് നോക്കുമ്പോൾ ചേനെല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചേന
ചേനയാണ് കുറച്ച് സമയം എടുക്കുന്നത് വേവാനായിട്ട്. ബാക്കിയുള്ള പച്ചക്കറികളും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തരച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മാത്രമേ നെയ്യ് ഒഴിച്ചു കൊടുക്കൂ. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടി പോകരുത്. നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 കാശ്മീരി വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് എടുക്കുക. കാശ്മീരി മുളക് ആകുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ മുളകാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുക്കേണ്ട ആവശ്യമില്ല. 2 3 ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. കുരുമുളകെല്ലാം പൊട്ടി വരുന്ന ഈ ഒരു സമയം 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ഇത് ചൂട് മാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിന്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വറുത്ത് മാറ്റി വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് വെള്ളം മുഴുവൻ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കരുത്. ഇത് ചൂട് മാറി കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്ത് മാറ്റി വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ പാകത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം കുറവുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇതുപോലെ ഒരു കുഴഞ്ഞ പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. ആദ്യം തന്നെ ഇതിനായിട്ട് നീളമുള്ള 1 കിലോ പയറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയെല്ലാം ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ സവാള വാടി വരുന്ന സമയം കൊണ്ട് ഒരു ഇടികല്ലിൽ 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ചതച്ച മുളകാണ്. ഇനി ഉള്ളിയും ചില്ലി ഫ്ലേക്സും ഒന്ന് ഇതുപോലെ ഇടിച്ച് ചതച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചതച്ച് എടുത്തിട്ടുള്ള മെഴുക്ക് പുരട്ടിക്ക് സ്വാദ് കൂടുതലാണ്. ഇപ്പോൾ ഉള്ളി ചതച്ച് എടുത്തിട്ടുണ്ട്. ഇടികല്ല് ഉണ്ടെങ്കിൽ ഇടികല്ലിൽ ചതച്ചെടുക്കുക. ഇടികല്ല് ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ഈ ഒരു രീതിക്ക് വേണം ചതച്ചെടുക്കാൻ. ഇപ്പോൾ സവാളയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി വാടിയ സവാളയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത പയർ ഇട്ട് കൊടുക്കാം. ഇനി 1 തണ്ട് കറിവേപ്പിലയും കൂടെ കൈകൊണ്ട് ഇതുപോലെ ഞെരടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് പയർ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി തുറക്കാം. ഇപ്പോൾ കണ്ടിലെ പയറിലൊട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ കറക്റ്റ് പാകത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടിയിടാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് മൂടി വെക്കാതെ ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രമേ വെള്ളത്തിന്റെ നനവെല്ലാം മാറി കറക്റ്റ് പരുവത്തിന് കിട്ടുകയുള്ളൂ. ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഈ മെഴുക്ക് പുരട്ടിക്ക് കൂടുതൽ സ്വാദ് നൽകുന്നത്. ഇനി ഇതിൽ ഒന്നും ചേർക്കാനില്ല. ഇപ്പോൾ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ പയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിനായിട്ട് 1/2 കപ്പ് വൻപയർ ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. ഇനി വൻപയർ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി വൻപയർ കുതിർന്ന് കിട്ടാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. വൻപയർ എല്ലാം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ച് വൻപയർ കുതിർക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വൻപയർ കുതിർന്ന് കിട്ടും. കുതിർക്കാൻ വെച്ച വെള്ളം മുഴുവൻ മാറ്റിയിട്ട് ഒന്നും കൂടി കഴുകിയെടുത്ത വൻപയർ വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പയർ വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പയർ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പയർ വെന്ത് കിട്ടും. ആദ്യം പയർ ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി. പയർ ഒന്ന് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിൽ 250 ml കപ്പിന് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ തേങ്ങയുടെ വെള്ള ഭാഗം മാത്രം എടുക്കുക. തേങ്ങയുടെ ബ്രൗൺ ഭാഗം എടുക്കരുത്. നല്ല വെള്ള നിറത്തിൽ ഓലം കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ വെള്ള ഭാഗം മാത്രം ചിരകിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 20 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത തേങ്ങ ഒന്ന് അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. ഇതുപോലെ ഒരു സ്പാച്ചിൽ കൊണ്ട് പ്രസ് ചെയ്ത് പാല് മുഴുവൻ എടുക്കുക. അല്ലെങ്കിൽ കൈവച്ച് മുറുക്കി പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുത്താലും മതി. ഇനി കൊത്ത് കളയരുത്. ഇനി തേങ്ങയുടെ 2ാം പാൽ ആവശ്യമുണ്ട്. ഇപ്പോൾ നല്ല കുറുകിയ 1ാം പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും മിക്സിയുടെ ജാറിൽ പിഴിഞ്ഞെടുത്ത തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് 250 ml കപ്പിന് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 40 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിച്ചെടുത്ത തേങ്ങാപ്പാൽ ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. ഇനി കൈകൊണ്ട് മുറുക്കി പിഴിഞ്ഞ തേങ്ങാപ്പാൽ മുഴുവൻ എടുക്കുകയോ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് തേങ്ങാപ്പാൽ മുഴുവനും എടുക്കുകയോ ചെയ്യുക. ഇനി ബാക്കി വന്ന കൊത്ത് കളയാം. ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി പയർ വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടിലെ പയറൊക്കെ വെന്ത് കുഴഞ്ഞു പോലെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം പയർ വെന്ത് കിട്ടിയാൽ മതി. ഇനി 3/4 ഭാഗത്തോളം വേവിച്ചെടുത്ത പയറിലേക്ക് 2 കപ്പ് കുമ്പളങ്ങ കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് കുമ്പളങ്ങയാണ് കനം കുറഞ്ഞ് ഈ രീതിയിൽ അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മത്തങ്ങ അല്ലെങ്കിൽ പീണിക്ക കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് പയർ ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പച്ചക്കറി കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നതിനായിട്ട് മാറ്റിവെച്ച 2ാം പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറവാണെങ്കിൽ ലാസ്റ്റ് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കനം കുറച്ച് അരിഞ്ഞെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ എല്ലാം വെന്ത് കുഴഞ്ഞു പോലെ കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല കുറുകിയ 1ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് നല്ല കുറുകിയ 1ാം പാലാണ്. ഇനി കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായ മാത്രം മതി. ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ചൂട്
ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. ലാസ്റ്റ് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് സമയം ഇതൊന്ന് മൂടി വെക്കാം. എന്നാൽ മാത്രമേ ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മണവും കറിയിൽ ഇറങ്ങി വരുള്ളൂ. ഒരു 15 മിനിറ്റെങ്കിലും മൂടി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നെ തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് സമയം വെച്ചപ്പോൾ കുറച്ചും കൂടെ കുറുകി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അധികം ചേരുവകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സദ്യ സ്പെഷ്യൽ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ഓലൻ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ആദ്യം തന്നെ ഇതിനായിട്ട് 200 ഗ്രാം ചേനയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ് ചേനയാണ് എടുത്തിട്ടുള്ളത്. ചേനയ്ക്ക് അധികം വേവുള്ളതുകൊണ്ട് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി അടുത്തതായിട്ട് നേന്ത്രക്കായാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് നേന്ത്രക്കായ ചെറിയ രീതിയിൽ തൊലി ചെത്തി മാറ്റിയതിന് ശേഷം കറ പോകുന്നതിന് വേണ്ടിയിട്ട് കഞ്ഞിവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ 5 മിനിറ്റ് എങ്കിലും ഇട്ട് വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ. എന്നാൽ മാത്രമേ ഇതിന്റെ കറ മുഴുവനും പോയി കിട്ടുള്ളൂ. ഇനി വേണ്ടത് പടവലങ്ങയാണ്. ഞാനിപ്പോൾ 100 ഗ്രാം പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 100 ഗ്രാം മത്തൻ, ഇനി 100 ഗ്രാം വെള്ളരിക്കയുടെ പുറത്തുള്ള തൊലിയും അകത്തുള്ള കുരുവും മാറ്റിയതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുമ്പളങ്ങയും പുറത്തെ തൊലിയും അകത്ത് കുരുവെല്ലാം മാറ്റി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും 100 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് വഴുതനങ്ങയാണ് വേണ്ടത്. വഴുതനങ്ങയും നീളത്തിൽ അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും 100 ഗ്രാം വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും 3 നീളമുള്ള പയർ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കും. പയറിന് പകരം ബീൻസോ അമരപ്പയറോ എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഒരു മുരിങ്ങക്കായ. ഇതിന്റെ തൊലി കത്തി കൊണ്ട് ചുരണ്ടി കളഞ്ഞതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതും പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അവിയലിന് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണയാണ് അവിയലിന് കൂടുതൽ സ്വാദ് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എണ്ണയും ഉപ്പും എല്ലാം കഷ്ണങ്ങളിലും പറ്റിപ്പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. എല്ലാ പച്ചക്കറിയിലും വെള്ളത്തിന്റെ അംശമുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഈ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാം. പച്ചക്കറി കഷ്ണങ്ങളെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിൽ 250 ml കപ്പിന് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 2 തൊണ്ടൻ മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 3 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ചെറിയ ചെറിയ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. നമ്മൾ തോരത്തിലൊക്കെ അരക്കില്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. ഈ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി പച്ചക്കറി കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടെന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനും വറ്റി പാകത്തിന് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി തേങ്ങയുടെ പച്ചച്ചുവ മാറി തേങ്ങയെല്ലാം വെന്ത് കിട്ടുന്നവരെ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഉപ്പ് കുറവായതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല കട്ടിയുള്ള തൈരും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. തൈരിന് പകരം നിങ്ങൾക്ക് മാങ്ങയുടെ 3-4 ചെറിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം 1 തണ്ട് കറിവേപ്പില ഒന്ന് കൈവച്ച് ഞെരടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കറിവേപ്പില ഞെരടി ഇട്ട് കൊടുക്കുമ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അവിയലിൽ ഇറങ്ങി കിട്ടും. ഫ്ലെയിം ഇനി ഓഫാക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒഴിക്കുന്ന വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് അവിയലിന് കൂടുതൽ സ്വാദ് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. എന്നാൽ മാത്രമേ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കറിവേപ്പിലയുടെ ആ ടേസ്റ്റും ഒക്കെ ഈ അവിയലിൽ ഇറങ്ങി കിട്ടുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറന്ന് നോക്കാം. നല്ലൊരു മണമാണ് കിട്ടുന്നത്. പച്ചക്കറി കഷ്ണമൊന്നും പൊടിഞ്ഞു പോകാതെ കറക്റ്റ് പാകത്തിന് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഈ രീതിയിൽ അവിയൽ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ആദ്യം തന്നെ ഇതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള 2 ബീട്രൂട്ട് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ബീട്രൂട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തൊലി മുഴുവനും മാറ്റാം. ഇനി ഈ ബീട്രൂട്ട് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ബീട്രൂട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിം വെച്ച് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി ബീട്രൂട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് ഒരു മിക്സിയിലെ ജാർ എടുക്കുക. ഈ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇങ്ങനെ മുഴുവനായിട്ട് ഇടരുത്. അരിഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മീഡിയം സൈസ് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് വേണം ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 4 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒരുപാട് ഒഴിക്കരുത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് അരച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാൻ. ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ കടലെ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനും വറ്റി ബീട്രൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ വെള്ളം വറ്റിച്ചിട്ട് വേണം ബീട്രൂട്ട് വേവിച്ചെടുക്കാനായിട്ട്. വെള്ളം മുഴുവനും വറ്റിയതിന് ശേഷം മാത്രമാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലെ വെള്ളം ഒന്നും ഒഴിക്കരുത്. വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങയിൽ അരച്ചെടുക്കാൻ നേരത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനും വറ്റി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയുടെ മിക്സ് എല്ലാം ബീട്രൂട്ടിൽ പിടിച്ച് നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശമില്ല. ഇപ്പോൾ ഇതിലെ വെള്ളം മുഴുവൻ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ തൈര് എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഈ തൈരിലുള്ള കട്ടകളൊന്ന് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തൈര് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ തൈര് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ കട്ടകൾ ഉടച്ചെടുക്കുകയോ ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ചൂട്
ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി ചെറുതായിട്ടൊന്ന് ചൂട് മാറിന് ശേഷം മാത്രമേ നമ്മൾ അടിച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കാവൂ. ആ ചൂടോട് കൂടി ബീട്രൂട്ടിൽ തൈര് ഒഴിച്ചു കൊടുക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്യാതെ ആ ചൂടോട് കൂടി തൈര് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബീട്രൂട്ടിന്റെ ചൂട് കൊണ്ട് തൈര് പിരിഞ്ഞു പോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കി 2 മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ട് അടിച്ചെടുത്ത തൈര് ചേർക്കാവൂ. തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ല, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കളറൊക്കെ വന്നിട്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാത്രം ചെറിയൊരു ചൂടുണ്ട്, അതുകൊണ്ട് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ആ ചൂടിൽ ഇരുന്ന് ഇത് ചെറുതായിട്ട് ചൂടാക്കി കിട്ടും. ഇപ്പൊ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കുക. എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ആ ചൂടോട് കൂടി തന്നെ ബീട്രൂട്ട് പച്ചടിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബീട്രൂട്ട് പച്ചടി സദ്യക്ക് മാത്രമല്ല ഊണിനൊപ്പം നമുക്ക് ഈസി ആയിട്ട് ഈ ബീട്രൂട്ട് പച്ചടി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിന്റെ കളറും ടേസ്റ്റും കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പച്ചടി തയ്യാറാക്കി നോക്കുക. നല്ല ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഇതിനായിട്ട് മീഡിയം സൈസ് ഒരു പൈനാപ്പിൾ ആണ് എടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള പൈനാപ്പിൾ വേണം എടുക്കുക. അപ്പോൾ പൈനാപ്പിൾ എല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൽ നിന്നും കാൽഭാഗം പൈനാപ്പിൾ എടുത്ത് മാറ്റി വെക്കാം. നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് മൺചട്ടിയിലേക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പൈനാപ്പിൾ നല്ല വേവുള്ളതുകൊണ്ട് പൈനാപ്പിൾ വേവിച്ചെടുക്കാനായി പൈനാപ്പിൾ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിടരുത്, മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ചെറുതായിട്ട് ഒന്ന് വറ്റി പകുതി വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. പൈനാപ്പിളൊക്കെ 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ നേന്ത്രപ്പഴം ആണെന്നുണ്ടെങ്കിൽ പകുതി നേന്ത്രപ്പഴം എടുത്താൽ മതി. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ മധുര പച്ചടിയാണ്, അതുകൊണ്ട് ഇതിന് നല്ലൊരു മധുരമാണ് ഉണ്ടാവുക. ഇതിന് മധുരമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള വെള്ളം മുഴുവനും പറ്റി വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിന് വെള്ളം മുഴുവനും ഒന്ന് വറ്റി വരട്ടെ. ഇതിന്റെ വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് മാറ്റി വെച്ച പൈനാപ്പിൾ കഷ്ണങ്ങൾ അളവ് കപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പൈനാപ്പിൾ കഷ്ണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വേണം നല്ലവണ്ണം അരച്ചെടുക്കാനായിട്ട്. പൈനാപ്പിൾ എല്ലാം നല്ലോണം അരഞ്ഞു കിട്ടണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി പഴമെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പഴം അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. പഴം നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങളും തേങ്ങയും കൂടി ചേർത്ത് അരച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ ആ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെയും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറുത്ത മുന്തിരിയാണ്. കറുത്ത മുന്തിരി ഉപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചിട്ട് മാത്രമേ എടുക്കാവൂ. ഒരുപാട് കീടനാശിനിയൊക്കെ അടിച്ചിട്ടാണ് നമുക്ക് മുന്തിരിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 15 കറുത്ത മുന്തിരിയാണ്. ആദ്യമേ മുന്തിരി ചേർക്കാതെ ഇതുപോലെ ലാസ്റ്റിൽ വേണം മുന്തിരി ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യമേ മുന്തിരി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്തിരി മുഴുവൻ വെന്തുടഞ്ഞു പോകും. മുന്തിരി ഒന്നും കാണാൻ പോലും കിട്ടില്ല. ഇപ്പോൾ മുന്തിരി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 5 മീഡിയം സൈസ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. വലിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 3 പച്ചമുളക് എടുത്താൽ മതിയാകും. ഇതിൽ അത്ര എരിവുണ്ടാവില്ല, മധുരമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച കടുക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ഇട്ട് അരച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മധുര പച്ചടിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ മൺചട്ടിയും നല്ല ചൂടാണ്, നമ്മുടെ മധുര പച്ചടിയും നല്ല ചൂടാണ്. ഇനി ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ. ഈ ഒരു സമയം കൊണ്ട് ഒരു ബൗളിൽ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഒരു വിസ്ക് വെച്ചോ 1 സ്പൂൺ വെച്ചോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. ഒരു മീഡിയം പുളിപ്പുള്ള തൈര് മാത്രമേ എടുക്കാവൂ. നമ്മുടെ പൈനാപ്പിൾ പുളിപ്പുള്ളതാണ്. നല്ല പുളിയുള്ള തൈര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈനാപ്പിളും പുളിയാണ്, അപ്പോൾ ഒരുപാട് അങ്ങ് പുളിപ്പായി പോകും. ഇപ്പോൾ തൈര് കട്ടകളൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ചൂടൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി വേണം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. ആ ചൂടോട് കൂടി തൈര് ചേർക്കരുത്, എന്നാൽ തൈര് ഇതിന്റെ ചൂട് കൊണ്ട് പിരിഞ്ഞ് ലൂസായി പോകും. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ആ ചൂടോട് കൂടി തന്നെ നമ്മുടെ മധുര പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കരുത്, ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു 2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. എന്നാൽ മാത്രമേ ആ പുളിപ്പും എരിവും മധുരവും ഒക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ഇത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഓണം സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എരിയും പുളിയും മധുരം എല്ലാം കൂടി ചേർന്ന് ഒരു അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ഇതിൽ മധുരം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ മുതൽ എല്ലാവരും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മധുര പച്ചടിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഇതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെള്ളരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി കട്ട് ചെയ്ത വെള്ളരിക്ക മുഴുവനും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക അളവ് കപ്പിന്റെ അളവിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 3 കപ്പ് വെള്ളരിക്കയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഒരു 4 പച്ചമുളകും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് എടുത്താൽ മതിയാകും. ഇനി വെള്ളരിക്ക വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളരിക്ക വേവിക്കുമ്പോൾ വെള്ളരിക്കയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഇത് വേവിക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. എന്നിട്ട് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. വാടാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ വെള്ളരിക്കെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു മിക്സിയിലെ ജാർ എടുക്കുക. ജാറിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരകി എടുക്കുമ്പോൾ വെള്ള നിറത്തിലുള്ള ഭാഗം മാത്രം ചിരകിയെടുക്കുക. തേങ്ങയുടെ ആ ബ്രൗൺ ഭാഗം എടുക്കരുത്. നല്ല വെള്ള നിറത്തിലുള്ള കിച്ചടി കിട്ടുന്നതിന് വേണ്ടിയാണ് തേങ്ങയുടെ വെള്ള ഭാഗം മാത്രം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പച്ച കടുകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കുമ്പോൾ കൂടി പോകരുത്, എന്നാൽ പിന്നെ കിച്ചടിക്ക് ഒരു കയ്പ്പ് രസം ഉണ്ടാകും. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം അല്ല ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങ അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1/2 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലവണ്ണം ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ വെള്ളരിക്ക വേവിക്കാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കടലെ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനും വറ്റി വെള്ളരിക്കയെല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് അങ്ങ് കുഴഞ്ഞ് ഉടഞ്ഞു പോകരുത്. വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ അതുപോലെ കിടക്കുകയും വേണം, എന്നാൽ വെള്ളരിക്കയെല്ലാം വെന്ത് കിട്ടുകയും വേണം. ഇപ്പൊ കണ്ടില്ലേ, വെള്ളരിക്ക വെന്ത് ഉടഞ്ഞു കുഴഞ്ഞു പോകാതെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേവിച്ചെടുത്ത വെള്ളരിയിലേക്ക് അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് ഒരു ബൗളിൽ 1/4 കപ്പ് നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് തൈരിന് ആവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെള്ളരിക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് വെള്ളരിക്ക വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒരു സ്പൂൺ വെച്ചോ വിസ്ക് വെച്ചോ കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ തൈര് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് തൈര് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കിട്ടാനായിട്ട്. ഇപ്പോൾ ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ട് തേങ്ങയുടെ ആ പച്ച ചുവയെല്ലാം മാറി ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റിക്കരുത്, ചെറുതായിട്ടൊന്ന് വറ്റി വന്നാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കരുത്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുക. ഇത് വെള്ളരിക്ക തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ചൂട് കൊണ്ട് തൈര് പിരിഞ്ഞ് ലൂസായി പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാവൂ. തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് താളിച്ച് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ആ ചൂടോട് കൂടി തന്നെ കടുക് താളിച്ചത് കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം മൂടി വെക്കാം. ഇപ്പൊ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും വെച്ചാൽ മാത്രമേ കടുക് താളിച്ചതിന്റെ ഫ്ലേവർ ഒക്കെ കിച്ചടിയിലേക്ക് ഇറങ്ങി വരുള്ളൂ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണം സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഫ്ലെയിം ഓണാക്കി ഒരു പാത്രത്തിൽ 250 ml കപ്പിന് 1 കപ്പ് ചേന ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നേന്ത്രക്കായും കൂടി ഇട്ട് കൊടുക്കാം. ചേന കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കുറവാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ചേനയും കായും ഒന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേനയും കായും വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു ബൗളിൽ 2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഈ തൈര് കട്ടകളൊന്നും ഇല്ലാതെ ഹാൻഡ് വിസ്ക് വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഒന്നുകിൽ ഹാൻഡ് വിസ്ക് വെച്ച് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഒരു രീതിക്ക് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് വേണം ഉടച്ചെടുക്കേണ്ടത്. ഇനി ചേനയും നേന്ത്രക്കായും വെന്തിട്ടുണ്ടെന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കടലെ ഒട്ടും വെള്ളമൊന്നുമില്ലാതെ വെള്ളമൊക്കെ വറ്റി ചേനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ചേന വേവിച്ചെടുക്കുന്നതിനാണ് സമയം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വരട്ടി ഇതുപോലെ എടുക്കുക. ഇനി ഫ്ലെയിം കുറച്ച് വെക്കുക. നമ്മൾ ഉടച്ചെടുത്ത തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വറ്റി 1 കപ്പായിട്ട് മാറണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3-4 ഇതിലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, തൈര് തിളച്ച് കുറച്ച് ലൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ തൈര് പിരിഞ്ഞൊന്നും പോയിട്ടില്ല. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്താൽ തൈര് പിരിഞ്ഞൊന്നും പോയില്ല. ഇപ്പൊ നല്ലതുപോലെ തിളച്ച്
പകുതി പറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഒരു കപ്പായിട്ട് തൈര് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. ഈ തേങ്ങയുടെ പച്ച ചുവയെല്ലാം മാറി കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടണം. നമ്മൾ ഇലയിൽ വെച്ചാൽ വെച്ചിടത്ത് തന്നെ ഇരിക്കണം. ആ ഒരു പരുവത്തിന് വേണം ഇത് വറ്റിച്ചെടുക്കാൻ. ഇപ്പൊ എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ചൂട് മാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിൽ 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് താളിച്ച് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി കടുക് താളിച്ചത് ആ ചൂടോട് കൂടി തന്നെ ഉലുവാപ്പൊടിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് താളിച്ചതിന്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നെയ്യും തൈരുമാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. തൈര് വറ്റിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. വറ്റിച്ചെടുത്ത തൈരിന്റെ കൂടെ ആ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലൊരു കുറുക്ക് കാളൻ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ആദ്യം തന്നെ ഇതിനായിട്ട് 250 ml കപ്പിന് 1.5 കപ്പ് ചെറുപയർ പരിപ്പ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ. ഇനി കൈവിടാതെ ഈ പയർ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. പയറിന്റെ നിറം എല്ലാം ചെറുതായിട്ട് മാറി പയറെല്ലാം റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി വറുത്തെടുത്ത പയർ ഒന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ വറുത്തെടുത്ത പയർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പയറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പൊ പയർ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി എടുത്ത പയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പയർ വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പയർ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പയറിന്റെ വേവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചില പയർ പെട്ടെന്ന് വെന്ത് കിട്ടും. ചില പയറാണെന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ വെള്ളത്തിന്റെ അളവും വ്യത്യാസം വരും. വേവ് കൂടുതലുള്ള പയറാണെന്നുണ്ടെങ്കിൽ 4-4.5 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 3 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി. ഇപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് പാകത്തിന് പയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടോട് കൂടി തന്നെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം. ആ ചൂടോട് കൂടി തന്നെ ഈ പരിപ്പ് ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇത് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ പരിപ്പെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിൽ ഒരു ചെറിയ ജാറിൽ 250 ml കപ്പിന് 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് 5 വെളുത്തുള്ളി അല്ലികളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 തൊണ്ടൻ മുളക് രണ്ടായിട്ട് മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ചെടുത്ത കുക്കർ ചെറുതായതുകൊണ്ട് ഞാൻ ഈ പരിപ്പ് വേവിച്ചത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് അരച്ചു വെച്ച തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പരിപ്പും തേങ്ങാക്കൂട്ടും നല്ലവണ്ണം മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ 250 ml കപ്പിന് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പരിപ്പ് കറിയിൽ കടുക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 തണ്ട് കറിവേപ്പില കൈകൊണ്ട് ഞെരടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കറിവേപ്പില കൈകൊണ്ട് ഞെരടി ഇടുമ്പോൾ കറിവേപ്പിലയുടെ ആ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഈ കറിയിൽ ഇറങ്ങി വരും. ഇനി ലാസ്റ്റിൽ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇതുപോലെ 1 ടീസ്പൂൺ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിപ്പ് കറിക്ക് കൂടുതൽ സ്വാദ് കിട്ടും. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന പരിപ്പ് കറിക്ക് അടിപൊളി ടേസ്റ്റ് ആണ്. ഈ പരിപ്പ് കറിയുടെ ചൂട് മാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. ഇപ്പോൾ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ പരിപ്പ് കറി ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിൽ 250 ml കപ്പിന് 1 കപ്പ് സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പ് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കഴുകിയെടുത്ത പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം മാറ്റി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അളവ് കപ്പിന് 1/4 കപ്പ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് എടുത്ത അതേ അളവിൽ തന്നെയാണ് മത്തനും എടുക്കേണ്ടത്. ഒരു 1/4 കപ്പ് മത്തൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അധികം എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി സാമ്പാർ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പകുതി വറ്റൽമുളകും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വറ്റൽമുളകും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് സാമ്പാർ പരിപ്പ് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപ്പ് വെന്ത് കിട്ടും. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല വേവുള്ള സാമ്പാർ പരിപ്പാണെന്നുണ്ടെങ്കിൽ 3 കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ സാമ്പാർ പരിപ്പ് കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും എണ്ണ എടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയുടെ നിറമൊക്കെ ചെറുതായിട്ട് മാറി ഉലുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളിയും ഒരു മീഡിയം സൈസ് ഒരു സവാളയുടെ പകുതി സവാള കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തൊണ്ടൻ മുളക് രണ്ടായിട്ട് മുറിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാം. ഇപ്പോൾ ഉള്ളിയും സവാളയും ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയം 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1-1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്താലും മതി. അവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് ഒരു ബൗളിൽ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം. ഇനി പുളി കുതിർന്ന് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കൈവച്ച് നല്ലതുപോലെ ഞെരടി എടുക്കാം. എന്നിട്ട് കുറച്ച്
കുറച്ച് സമയം പുളി കുതിർക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. പുളിയെല്ലാം നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി കൈവച്ച് ഞെരടി എടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. ഇനി കൊത്ത് കൈവച്ച് മുറുക്കി പിഴിഞ്ഞടിക്കുക. ഒരു സ്പാച്ചിൽ വെച്ച് പ്രസ് ചെയ്ത് ബാക്കിയുള്ള പുളിവെള്ളം മുഴുവനും എടുക്കുക. ഇനി കൊത്ത് ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിവെള്ളം ആദ്യമേ തന്നെ തയ്യാറാക്കി വെക്കാം. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് മുരിങ്ങയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഒരു ചേമ്പ് ഇതുപോലെ കുറച്ച് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുരിങ്ങക്കായും ചേമ്പും വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുരിങ്ങക്കായും ചേമ്പും വെന്തതിന് ശേഷം ഒരു മീഡിയം സൈസ് വഴുതനങ്ങ കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തതും അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത 4 വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വഴുതനങ്ങയും വെണ്ടയ്ക്കയും വേവട്ടെ. ഈ സമയം കൊണ്ട് പരിപ്പ് വെന്തിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 2 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത് ആവിയെല്ലാം പോയിട്ട് കുക്കർ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് സാമ്പാർ പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. വഴുതനങ്ങയും വെണ്ടയ്ക്കയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ചെടുത്ത സാമ്പാർ പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നോക്കിയിട്ട് കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് 1 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കാം. തക്കാളിക്ക് അധികം വേവില്ല. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ കണ്ടില്ലേ വെണ്ടയ്ക്കെല്ലാം കുഴഞ്ഞു പോകാതെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ മുകളിലായിട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കരുത്. ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം. ഇനി ഇതൊന്ന് താളിച്ച് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ആ ചൂടോട് കൂടി തന്നെ കായപ്പൊടിയുടെയും ഉലുവാപ്പൊടിയുടെയും മുകളിലായിട്ട് കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ച് ഒഴിച്ചതിന് ശേഷം ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒരു 5 മിനിറ്റെങ്കിലും മൂടി വെക്കാം. എങ്കിൽ മാത്രമേ കായപ്പൊടിയുടെയും ഉലുവാപ്പൊടിയുടെയും കടുക് താളിച്ചതിന്റെ ഒക്കെ ഫ്ലേവർ ഈ സാമ്പാറിൽ ഇറങ്ങി വരികയുള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ എന്തൊരു മണമാണെന്ന് അറിയാമോ? ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ തയ്യാറാക്കി എടുക്കുന്ന സാമ്പാറിന് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് സദ്യക്ക് മാത്രമല്ല ഉച്ചയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മൺചട്ടി ഇതായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞെടുത്ത വെള്ളരിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത മാങ്ങ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങയും 250 ml കപ്പിന് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് പഴുത്തിട്ടുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി 5 പച്ചമുളക് 2 മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 5 എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഈ മാങ്ങയും വെള്ളരിക്കയും വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതും 250 ml കപ്പിന് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് വെള്ളമല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കഷ്ണങ്ങൾ മുഴുവനും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെന്ത കഷ്ണങ്ങൾ ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ മാമ്പഴവും വെള്ളരിക്കയും ചെറുതായിട്ട് ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും തൈരും കൂടി അരച്ചെടുത്ത ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ആ തേങ്ങയുടെ കൂട്ടെല്ലാം നന്നായിട്ട് വെന്ത് ആ തേങ്ങയുടെ പച്ച ചുവയെല്ലാം ഒന്ന് മാറി കിട്ടണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് ഒരു ബൗളിൽ 250 ml കപ്പിന് 3 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തൈര് കട്ടകളൊന്നും ഇല്ലാതെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ഒന്ന് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇപ്പോൾ തൈര് കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കട്ടകളൊന്നും ഇല്ലാതെ തൈര് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഒരു 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങയുടെ പച്ച ചുവയെല്ലാം മാറി തേങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കട്ടകളെല്ലാം ഉടച്ചെടുത്ത തൈര് ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തൈരും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ തൈര് അങ്ങ് തിളച്ച് പോകരുത്. ഇതുപോലെ തൈര് പതഞ്ഞു വരുന്ന സമയം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ തൈരൊന്ന് പതഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി കൂടി പോകരുത്, എന്നാൽ പിന്നെ ഒരു കൈപ്പരസം ഉണ്ടാകും. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളത്തിന്റെ അംശമില്ല. വെള്ളം മുഴുവൻ വറ്റിച്ചിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറി വരും. ഇനി ഇതൊന്ന് താളിച്ച് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ആ ചൂടോട് കൂടി തന്നെ കടുക് താളിച്ചത് ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഓണ സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാമ്പഴത്തിന്റെ ചെറിയൊരു മധുരവും പച്ചമുളകിന്റെ ആ ചെറിയൊരു എരിവും തൈരിന്റെ പുളിപ്പ് എല്ലാം കൂടി അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഈ ഓണസദ്യക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ആദ്യം തന്നെ ഇതിനായിട്ട് നാരങ്ങ വലിപ്പത്തിലുള്ള 25 ഗ്രാം പുളിയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതിനായിട്ട് പഴകിയ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി പുളി കുതിർന്ന് കിട്ടാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് പുളി കുതിർന്ന് കിട്ടുന്നതിനും നല്ല കുറുകിയ പുളിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 6 കപ്പ് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളത്തിന് പകരം പച്ചവെള്ളം എടുത്താലും മതി. പച്ചവെള്ളത്തിൽ പുളി കുതിർക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുളി കുതിർന്ന് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. പച്ചവെള്ളത്തിലാണ് പുളി കുതിർക്കാൻ വെക്കുന്നതെങ്കിൽ കൈവച്ച് നല്ലവണ്ണം ഞെരടി എടുത്തിട്ട് വേണം പുളി കുതിർക്കാൻ വെക്കാൻ. ഒരു സ്പൂൺ വെച്ച് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ചൂടാണ്. ഇതിന്റെ ചൂട് മാറിയതിനു ശേഷം കൈവച്ച് ഞെരടി എടുത്തിട്ട് വേണം പുളിവെള്ളം ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാൻ.
ഇപ്പൊ കണ്ടില്ലേ നല്ല കുറുകിയ പുളിവെള്ളം ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി അരിച്ചെടുത്ത പുളിവെള്ളം ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഈ പുളിവെള്ളം ഒന്ന് ചൂടാവട്ടെ. ഈ പുളിവെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് 2 ടീസ്പൂൺ കുരുമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ കുരുമുളക് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ പുളിവെള്ളം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതും ഒരു പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തരിതരിപ്പായിട്ട് പൊടിച്ചു വെച്ച കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പുളിവെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് സമയം എടുക്കും ഈ പുളിവെള്ളം തിളച്ച് വരാനായിട്ട്. ആ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ 2.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാനായിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 20 ചെറിയ വെളുത്തുള്ളി അല്ലികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. പൾസ് ചെയ്ത് വേണം ചതച്ചെടുക്കാൻ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഇടികളുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ചതച്ചെടുത്താലും മതി. ഇപ്പൊ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ചതച്ചെടുക്കാൻ. ചതച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കുക. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് 2 മുറിച്ചതും ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുത്ത് ഇനി എല്ലാം ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ഒക്കെ മാറി ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ പുളിവെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. എന്നാൽ മാത്രമേ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒക്കെ സത്ത് ഇതിലേക്ക് ഇറങ്ങി വരുള്ളൂ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയില ഈ രസത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതുകൊണ്ട് മല്ലിയില ഒഴിവാക്കരുത്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ചൂടാണ്. കുറച്ച് ചൂട് മാറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ സദ്യ സ്പെഷ്യൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഈ രസം തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയുടെ നിറമൊക്കെ മാറി ഉലുവ പൊട്ടി വരുമ്പോൾ 4 വറ്റൽമുളക് 2 മുറിച്ചതും ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് 3 വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറുന്നത് വരെ ഒരു 20 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളി കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി കറിയിൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് കിട്ടുന്നത്. ഇപ്പോൾ ഉള്ളിയെല്ലാം ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി വേണം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് അധികം മഞ്ഞൾപ്പൊടി വേണ്ട എങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കൂടി പോകരുത്. 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കാവൂ. കൂടുതൽ മുളക് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ കറിയുടെ നിറം മാറിപ്പോകും. ഇനി മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറി കിട്ടുന്നവരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് ഒരു ബൗളിൽ 250 ml കപ്പിന് 2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ പുളി കുറവുള്ള തൈര് എടുക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് പുളിയുള്ള തൈരും എടുക്കരുത്. ഒരു മീഡിയം പുളിയുള്ള തൈര് വേണം എടുക്കാൻ. ഈ തൈര് ഒരു ഹാൻഡ് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഈ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പൊ കട്ടകളെല്ലാം ഒന്ന് ഉടച്ച് നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി കട്ടകളെല്ലാം ഉടച്ചെടുത്ത തൈരിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തൈര് നല്ല ലൂസ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത്. പാലിന്റെ ഒക്കെ കട്ടിയില്ല ആ ഒരു രീതിക്ക് വേണം എടുക്കാൻ. നമ്മൾ എടുക്കുന്ന തൈരിന്റെ കട്ടിക്ക് അനുസരിച്ചിരിക്കും വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ എടുത്ത തൈര് നല്ല കട്ടിയുള്ള തൈര് ആയതുകൊണ്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ല കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ. ഇപ്പൊ ഞാൻ 2 കപ്പ് തൈരിന് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ മഞ്ഞൾപ്പൊടിയുടെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. ഇതിലേക്ക് തൈരിൽ വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്ന മോര് ഒഴിച്ചു കൊടുക്കാം. മോര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിം വെക്കുക. എന്നിട്ട് കൈവിടാതെ ഇത് ഇളക്കി കൊടുക്കുക. ഇത് തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. കൂടുതൽ ചൂടായാൽ മോര് പിരിഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ മോര് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഉപ്പ് കുറവായതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം പുളിയുള്ള തൈരായതുകൊണ്ട് 1.5 ടീസ്പൂൺ ഉപ്പ് കറക്റ്റ് ആണ്. നല്ല പുളിയുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പിന്റെ അളവും കൂടും. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പുളിയും ചെറിയൊരു എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. 2 നുള്ള ഉലുവാപ്പൊടിയും കൂടി ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. 2 നുള്ള മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടി പോകരുത്. 2 നുള്ള മാത്രം എടുത്താൽ മതിയാകും. നമ്മൾ കടുക് താളിച്ചപ്പോൾ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2 നുള്ള മാത്രം ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഈ ലാസ്റ്റിൽ ഒരു 2 കറിവേപ്പിലയും കൂടി കൈകൊണ്ട് ഇതുപോലെ ഞെരടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കറിവേപ്പില ഞെരടി ഇടുമ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഈ കറിയിലേക്ക് ഇറങ്ങി വരും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ മോര് കറി അല്ലെങ്കിൽ മോര് കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോര് കറിയാണിത്. തേങ്ങ ഒന്നും അരയ്ക്കാതെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന മോര് കറിക്ക് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിൽ 250 ml കപ്പിന് 1/4 കപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കടലപ്പരിപ്പ് വെള്ളം ഒഴിച്ച് 2-3 വെള്ളം ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത കടലപ്പരിപ്പ് വെള്ളത്തിന്റെ അംശം മാറാൻ ഒരു അരിപ്പയിൽ ഇട്ട് വെക്കാം. ഇപ്പോൾ കടലപ്പരിപ്പിന്റെ നനവെല്ലാം മാറി നല്ല ഡ്രൈ ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ. ഇപ്പൊ തേങ്ങാക്കൊത്ത് നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ 1 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഒക്കെ വീർത്ത് തേങ്ങാക്കൊത്തൊക്കെ ചെറിയൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഇത് ആ ചൂടിൽ ഇരുന്ന് കുറച്ചും കൂടി നിറം മാറി വരും. കുറച്ച് നെയ്യ് പാനിൽ വെച്ചിട്ട് ഡ്രൈ ആയി കിട്ടിയ കടലപ്പരിപ്പ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം വേണം വെക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി
ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കടലപ്പരിപ്പിന്റെ നിറം ചെറുതായിട്ട് മാറി റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി റോസ്റ്റ് ചെയ്തെടുത്ത കടലപ്പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചൂടോട് കൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുക്കർ മൂടി വെച്ച് ഒരു 5 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഇപ്പോൾ 5 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി. ഇപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ പരിപ്പെല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെന്ത കടലപ്പരിപ്പ് ഒരു തടിത്തവി കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ ഉടച്ചെടുക്കാം. ഇതിൽ ചെറിയ ചെറിയ തരികൾ വേണം. ആ രീതിയിൽ തവി കൊണ്ട് ഉടച്ചെടുക്കുക. നിങ്ങൾക്ക് ഇതിൽ ഒട്ടും തരി വേണ്ട, നല്ല സ്മൂത്ത് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ചൂട് മാറിയതിനു ശേഷം മിക്സിയുടെ വലിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. നല്ല സ്മൂത്ത് ആയിട്ട് ഇത് കിട്ടും. ഇങ്ങനെ ചെറിയ തരികളായിട്ട് ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കഴിക്കുമ്പോൾ കടലപ്പരിപ്പിന്റെ ചെറിയ തരികൾ കഴിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ശർക്കര പാനി ഉരുക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 250 ml കപ്പിന് 2.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇടയിൽ വെച്ചിട്ട് പൊടിച്ചാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇത് നല്ല മധുരമാണ്. നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടെങ്കിൽ ഒരു മീഡിയം മധുരമൊക്കെ മതിയെങ്കിൽ 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ ശർക്കര എടുക്കാവുന്നതാണ്. നമ്മൾ എടുക്കുന്ന ഓരോ ശർക്കരയും മധുരത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കര എല്ലാം ഉരുകി തിളച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഒരു ഉരുളിയിൽ ഉരുക്കിയെടുത്ത ശർക്കര ഒന്ന് അരിച്ചൊഴിക്കാം. കല്ലും മണ്ണും അഴുക്കും ഉണ്ടെങ്കിൽ മാത്രം അരിച്ചൊഴിച്ചാൽ മതി. കല്ലും മണ്ണും അഴുക്കും ഇല്ലെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മുഴുവൻ ശർക്കര പാനിയും ഉരുളിയിൽ ഇത് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി വേവിച്ച് ഉടച്ചെടുത്ത കടലപ്പരിപ്പ് ശർക്കരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം ഫ്ലെയിം കൂട്ടി വെക്കുക. തിളച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിം വെക്കുക. കുറച്ച് സമയം കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിളച്ച് കുറുകി വരുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിൽ 250 ml കപ്പിന് 2.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തേങ്ങ ഫുൾ ആയിട്ട് ചിരങ്ങി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അത് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത തേങ്ങ ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. ഇനി ഒരു സ്പാച്ചിൽ വെച്ചോ കൈകൊണ്ട് മുറുക്കി പിഴിഞ്ഞോ തേങ്ങയുടെ പാൽ മുഴുവനും എടുക്കാം. ഇനി കൊത്ത് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒന്നാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ കട്ടിയുള്ള പാൽ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാം പാലിന് വേണ്ടിയിട്ട് വീണ്ടും മിക്സിയുടെ ജാറിൽ പിഴിഞ്ഞെടുത്ത തേങ്ങ കൊത്ത് മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത തേങ്ങാപ്പാൽ ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. ഇനി സ്പാച്ചിൽ വെച്ച് പ്രസ് ചെയ്ത് തേങ്ങാപ്പാൽ മുഴുവനും എടുക്കുകയോ കൈവച്ച് മുറുക്കി പിഴിഞ്ഞ് എടുക്കുകയോ ചെയ്യാം. ഇപ്പോൾ രണ്ടാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന കൊത്ത് കളയരുത്. വീണ്ടും നമുക്ക് മൂന്നാം പാലിന് വേണ്ടിയിട്ട് വീണ്ടും മിക്സിയുടെ ജാറിൽ തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ഇത് ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്ത തേങ്ങാപ്പാൽ ഒരു അരിപ്പയിൽ കൂടി അരിച്ച് ഒഴിച്ച് ഒരു സ്പാച്ചിൽ വെച്ചോ കൈവച്ച് മുറുക്കി പിഴിഞ്ഞോ ഇതിന്റെ പാൽ മുഴുവനും എടുക്കാം. ഇപ്പോൾ മൂന്നാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങാക്കൊത്ത് നമുക്ക് വേണ്ട. തേങ്ങാപ്പാലൊക്കെ ആദ്യമേ ചെയ്ത് വെക്കാം. ഞാൻ ആദ്യമേ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണിത്. ഇപ്പോൾ ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ തിളച്ച് നല്ല കുമ്പളകൾ വരുന്ന സമയം, അതായത് ഒരു 5 മിനിറ്റ് ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇത് കുറുകി വന്നിട്ടുണ്ട്. കുറുകി വരുന്ന സമയം ഫ്ലെയിം കുറച്ച് വെക്കുക. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദേഹത്തൊക്കെ തെറിക്കും. വീണ്ടും ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ചൂട് മാറുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. രണ്ടാം പാൽ ഒഴിച്ച് കുറുകി 5 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം എടുത്ത് വെച്ച കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. പഞ്ചസാര ചേർത്ത് പൊടിക്കാത്ത ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടിയും കിസ്മിസും ആ നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി കിട്ടും. ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന കടലപ്രഥമന് അടിപൊളി ടേസ്റ്റ് ആണ്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കടലപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇനി കശുവണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കശുവണ്ടിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ 1 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട്. ഇപ്പോൾ കിസ്മിസ് എല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കി വന്ന നെയ്യിൽ നിന്നും പകുതി നെയ്യ് എടുത്ത് മാറ്റാം. കോരി മാറ്റിയ കശുവണ്ടിയിലും കിസ്മിസിലും നമ്മൾ എടുത്ത് മാറ്റിയ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബാക്കി പകുതി നെയ്യിൽ 250 ml കപ്പിന് 1.25 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇത് ഗ്രാം കണക്കിനാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം സേമിയാണ് ഉള്ളത്. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത സേമിയാണെന്നുണ്ടെങ്കിൽ നെയ്യിലിട്ട് 1 മിനിറ്റെങ്കിലും ഫ്ലെയിം കുറച്ച് വെച്ച് ചെറുതായിട്ട് നെയ്യിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സേമിയ എല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. പാൻ ചൂടായതുകൊണ്ട് പാനിൽ തന്നെ റോസ്റ്റ് ചെയ്ത സേമിയ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാനിന്റെ ചൂട് കൊണ്ട് വീണ്ടും സേമിയ കുറച്ചും കൂടെ കളർ മാറും. അതുണ്ടാവാതിരിക്കാൻ റോസ്റ്റ് ചെയ്തെടുത്ത സേമിയ ഒരു പാത്രത്തിലേക്ക് നിർത്തി വെക്കാം. ഇനി ഒരു ഉരുളിയിൽ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പായസത്തിന് വേണ്ടി പാൽ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാൽ വേണം എടുക്കാൻ. പാൽ തിളപ്പിക്കാൻ എടുക്കുന്ന പാത്രം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതായിരിക്കണം. അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണും നല്ല വൃത്തിയുള്ളതായിരിക്കണം. ഇനി പാലിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് അടിയിൽ പിടിക്കാതിരിക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം പാലിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്തെടുത്ത സേമിയ ഇട്ട് കൊടുക്കാം. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് പാലിന്റെ പാട കിട്ടും. പാട കെട്ടാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാൽ തിളച്ച് സേമിയ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാലൊക്കെ കുറുകി സേമിയൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ 2 കപ്പ് പാലും കൂടി ഒഴിച്ച് കുറച്ചും കൂടെ സമയം ഒന്ന് പാല് പറ്റിച്ചെടുത്താൽ മതിയാകും. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. പഞ്ചസാര മാത്രമാണ് ഈ പായസത്തിന് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക്
മിൽക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഈ പായസത്തിന് കിട്ടുന്നത്. കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർക്കാത്ത ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും ആ നെയ്യോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിന്റെ ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. ചൂട് മാറുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് പാട കിട്ടും. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന സേമിയ പായസത്തിന് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്